കമ്മിറ്റി യോഗങ്ങളിലുണ്ട്. എത്തിച്ചേരാൻ കഴിയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് ഡിസ്ട്രിക്ട് പോലീസ് ചീഫ് ശ്രീ കെ പി ജോസഫ് IPS അവരുടെ ഈ യോഗത്തിലെയും സ്വാഗതം ചെയ്യുന്നു. ആ സമയമാണ് എല്ലാവരെയും നമുക്ക് ക്ഷണിക്കാനുള്ള സമയം. വളരെ നടപടികൾ സ്വീകരിച്ച് എല്ലാവരെയും ഇവിടെ എത്തിച്ചേരാനുള്ള ഒരു അറിയിപ്പ് കൂടാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഒരു കണക്കുകൾ പറയുന്നത്. അതുകൊണ്ട് ഉണ്ടാവാൻ സാധ്യതയുള്ള ഡിസാസ്റ്റർ ഇടുക്കി സ്വാഗതം ആശംസിച്ച നമ്മുടെ ജില്ലാ കളക്ടർ കൗശികൻ, മഴക്കാല പൂർവ്വ ശുചീകരണ യജ്ഞം എന്ന നിലയ്ക്ക് സംസ്ഥാനത്തുടനീളം എല്ലാ ജില്ലകളിലും ഇതുപോലുള്ള അവലോകന യോഗങ്ങൾ നടത്തിയാണ് ഇതിൻ്റെ കളക്ടർ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ നിങ്ങൾക്ക് അറിയിപ്പ് നൽകുന്നതിനൊന്നും വൈകിപ്പിക്കണം. ക്യാബിനറ്റ് യോഗം ചേർന്ന് സംസ്ഥാനാടിസ്ഥാനത്തിലുള്ള ഒരു വിലയിരുത്തിന് ശേഷം 31-ാം തീയതിക്ക് മുമ്പ് എല്ലാ ജില്ലകളിലും ഇതുപോലെ യോഗങ്ങൾ സംഘടിപ്പിക്കണമെന്നാണ് പ്രഥമ തീരുമാനം. ചുമതല ഇവിടെ കേൾപ്പിച്ച എനിക്ക് ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ട് സത്യം പറഞ്ഞാൽ ഇന്ന് എത്തിച്ചേരാനുള്ള അസൗകര്യമുണ്ടായി. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ എൻ്റെ ജില്ലയിൽ പാവപ്പെട്ട കുട്ടികൾ മുന്നീകരിച്ചത് മന്ത്രി ശ്രീ യാണ് ഇതെല്ലാം അതിൻ്റെ സുഹൃത്താൽ ചടങ്ങിലില്ല. പക്ഷേ ഇതിന് വിപുലമായ സന്നാഹങ്ങളോടുകൂടി ജില്ലയിലെ ഇത്തരമൊരു യോഗം ഉദ്യോഗസ്ഥ പ്രമുഖന്മാർ, ജനപ്രതിനിധികൾ, അതുപോലെ ക്ഷണിക്കപ്പെട്ട മറ്റ് പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഒരു യോഗത്തിൻ്റെ അനിവാര്യതയും പ്രാധാന്യവും കണക്കെടുത്തുകൊണ്ട് പരിപാടിയിൽ നിന്നെല്ലാം ഇവിടെ വരാൻ സ്വീകരിച്ചതും അറിയാൻ ശ്രമിച്ചത്. ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട ജനപ്രതിനിധികൾ, നേതാക്കന്മാരും അതുപോലെ ഒക്കെ കഴിയാത്ത കാര്യം അറിയിച്ചിട്ടുണ്ട്. അതുപോലെ നേരിട്ട് സംസാരിക്കുന്നു. എല്ലാം അറിയാവുന്ന പോലെ തെരഞ്ഞെടുപ്പ് അതിന് പ്രവർത്തനത്തിനായി ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും അതിൽ വ്യാപൃതരായ പശ്ചാത്തലത്തിൽ നേരത്തെ തന്നെ ഇത്തരം സംരംഭങ്ങൾ രൂപം കൊണ്ടു കഴിഞ്ഞില്ല എന്നത് പ്രായവുമായി മനസ്സിലാക്കി. ഇവിടെ പറഞ്ഞതുപോലെ മഴ ശക്തി പ്രാപിക്കാനുള്ള സാധ്യതയുണ്ട്. ആ മഴയുടെ ഏത് നിലയിലുള്ള മഴ ശക്തിപ്പെടുമ്പോഴും ഉണ്ടാകാവുന്ന പ്രതിക്ഷോഭത്തിൻ്റെ കെടുതികൾക്ക് ഏറ്റവും വിധേയമാകുന്ന ഒരു ജില്ലയാണ് ഇടുക്കി ജില്ല എന്ന് നമ്മുടെ പൂർവ്വകാല അനുഭവങ്ങൾ വ്യക്തമാക്കുകയും. അത് ഉരുൾപൊട്ടലാകാം, മണ്ണിടിച്ചിലാകാം, വെള്ളപ്പൊക്കമാകാം, പല നിലയിലും ഡാമുകൾ തുറന്ന് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാകാം. അങ്ങനെ പ്രകൃതിയുടെ വളരെയധികം ശക്തമായ ചില പ്രതികരണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശം നിലക്ക് മറ്റേത് ജില്ലയേക്കാളേറെ നിതാന്തമായ ജാഗ്രതയും ശ്രദ്ധയും വേണ്ടതാണ് ഈ ജില്ല എന്ന കാര്യത്തിൽ യാതൊരു. അതൊക്കെ പറയാൻ കഴിയുന്നവരാണ് ഇവിടെ പങ്കെടുക്കുന്നത് നിങ്ങളും അതുപോലെ മറ്റു ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള സമൂഹങ്ങളും. ആ ഉത്തരവാദിത്വം നിർവഹിക്കുക എന്നതാണ് എനിക്ക് സംബന്ധിച്ച് വിനീതമായി അഭ്യർത്ഥിക്കുന്നത്. ഇതിനുവേണ്ടി നമുക്ക് 24 മണിക്കൂർ എല്ലാ ദിവസവും 24/7 പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം നമുക്ക് ജില്ലാതലത്തിലുണ്ട്. അതിൻ്റെ നമ്പർ 04862. ഇത് പത്രത്തിലും കൂടി നാളെ വരുന്നതായിരിക്കും. 04862 233 ഇത് 24 മണിക്കൂറും അവധി ദിവസങ്ങൾ ഉൾപ്പെടെ എല്ലാ ദിവസവും ആഴ്ചയിൽ 7 ദിവസവും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ജില്ലാതലത്തിൽ. ഇവിടെ ഒരു ഡിസാസ്റ്റർ ഡിസ്ട്രിക്ട് എമർജൻസി ഓപ്പറേഷൻ സെന്റർ DEOC എന്ന ഒരു സ്ഥാപനം ഇവിടെ നമുക്ക് കളക്ടറേറ്റിലുണ്ട്. ഡിസ്ട്രിക്ട് എമർജൻസി ഓപ്പറേഷൻ സെന്റർ അത് പ്രവർത്തിക്കുന്നതായിരിക്കും. ഇവിടെ 24 മണിക്കൂറും നമുക്ക് ഒരു റവന്യൂ ഉദ്യോഗസ്ഥൻ, അതുപോലെ പോലീസിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥൻ, അതുപോലെ ഫയർ ആൻഡ് റെസ്ക്യൂവിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥൻ ഇവിടെ ഉണ്ടായിരുന്നതായിരിക്കും. അതുപോലെ ഡോക്ടർ ഓൺ കോൾ, വിളിക്കുമ്പോൾ പെട്ടെന്ന് എത്താവുന്ന ഒരു ഡോക്ടറും ഇവിടെ പ്രവർത്തിച്ച് വരുന്നുണ്ട്. അതോടൊപ്പം ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസസിന്റെ കൺട്രോളിന് വേണ്ടി നമുക്ക് ജില്ലാ മെഡിക്കൽ ഓഫീസർ DMO ഹെൽത്ത് അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഒരു കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നു.